ഹായ് നമസ്കാരം. സാത്താൻ സേവക്കാരുടെ കഥകൾ ഞാൻ ഇതിനു മുൻപും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കഥ ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ഒരു കഥ ചൊല്ലട്ടുമാ. അമ്പോറ്റി വീരെന്നാണ് അവന്റെ അമ്മയുടെ തറവാടിന്റെ പേര്. 32-ാം വയസ്സിൽ സമാധിയായ വാസുപിള്ള സ്വാമിയെ കുടിയിരുത്തിയ തറവാട് മുറ്റത്തേക്ക് നന്നേ ചെറുപ്പത്തിൽ പോകുമ്പോൾ തന്നെ അവൻ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. വളരും തോറും അവന് ആ തറവാടിനോടുള്ള ദേഷ്യം ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ അവന്റെ പാപക്കലവറയിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമായിരിക്കുമെന്ന്. മരണങ്ങൾ അവൻ എന്നും ഒരു ലഹരിയായിരുന്നു. ദൈവങ്ങളെ നിന്ദിച്ചും പാപങ്ങളെ സ്നേഹിച്ചും അവൻ വളർന്നുകൊണ്ടേയിരുന്നു. കാമം മാത്രമേ പെണ്ണെന്നാൽ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പ്രായവ്യത്യാസമോ സ്ഥാനപദവിയോ ഒന്നും പ്രശ്നമായിരുന്നില്ല. വിശ്വം എന്ന് വിളിപ്പേരുള്ള വിശ്വനാഥനാണ് നമ്മുടെ കഥയുടെ കഥാനായകൻ. അതോ വില്ലനോ? രണ്ടും ഒരാൾ തന്നെയാണ്. നമ്മൾ അറിയാത്ത കാണാത്ത കൊച്ചിയുടെ ഒരു അവിഭാജ്യ ഘടകമായി അവൻ വളർന്നുകൊണ്ടേയിരുന്നു. സത്യമോ ധർമ്മമോ ആയിരുന്നില്ല അവന്റെ പാത. ചോര മണക്കുന്ന വീതികളിലൂടെ അവൻ പാപങ്ങൾ ഒഴുക്കിക്കൊണ്ടേയിരുന്നു. രാജീവ് ശിവശങ്കർ എഴുതിയ തമോവേദം എന്ന ഈ നോവലിനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ വില 299 രൂപയാണ്. കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സാത്താൻ പൂജയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ തമോ രാശികളിലേക്കുള്ള ഒരു അസാധാരണ സഞ്ചാരമാണ് ഈ നോവൽ തമോവേദം.